കോവിഡ് അനന്തരം പല മനുഷ്യരുടെയും മാനസികാവസ്ഥ ആശങ്കപ്പെടുത്തുന്നതാണ്. ഒറ്റപ്പെടലും ഏകാന്തതയും ചിലരെ വിഷാദ രോഗികളാക്കുന്നുണ്ട്. പിന്നീട് ആത്മഹത്യയിൽ വരെയും കലാശിക്കുന്ന സംഭവങ്ങൾ. അതിൽ ജീവനൊടുക്കുന്നതിൽ കൂടുതലും കുട്ടികളും യുവാക്കളുമാണ്. എന്നാൽ കൊച്ചിയിൽ ഈ പകൽ ഒരു പ്രമുഖ ഡോക്ടറുടെ ആത്മഹത്യയെക്കുറിച്ചുള്ള വാർത്ത കേട്ടു. പ്രശസ്ത വൃക്കരോഗ വിദഗ്ധൻ ജോർജ് ബി അബ്രഹാമിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നെടുമ്പാശ്ശേരിക്കടുത്ത് തുരുത്തിശ്ശേരിയിലെ സ്വന്തം ഫാം ഹൗസിലാണ് ഈ ഡോക്ടറെ ജീവനൊടുക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. അവിടെ നിന്നും ആത്മഹത്യാക്കുറിപ്പും കണ്ടെടുത്തു. പ്രായാധിക്യമായെന്നും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, കോവിഡിന് ശേഷം നമ്മൾ ഈ പലരുടെയും മാനസികാവസ്ഥയെക്കുറിച്ചും വിഷാദ രോഗത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. മാത്രമല്ല, അത് ഈ ആത്മഹത്യാ നിരക്കൊക്കെ ഈ സമീപകാലത്ത് വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്. അതിൽ പല കാരണങ്ങൾ, തൊഴിലില്ലായ്മ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം, കുടുംബപരമായ പ്രശ്നങ്ങളൊക്കെയാണ് പലരും ആത്മഹത്യ കാരണമായി പറയുന്നതെങ്കിൽ നമ്മുടെ പ്രശസ്ത ഡോക്ടറായിട്ടുള്ള ജോർജ് ബി അബ്രഹാം, അദ്ദേഹം ഈ വലിയ ലോക റെക്കോർഡുകൾ വരെ സ്വന്തമാക്കിയിട്ടുള്ള ഈ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ വലിയ റെക്കോർഡുകൾ സ്വന്തമാക്കിയിട്ടുള്ള വളരെ പ്രശസ്തനായിട്ടുള്ളൊരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ വലിയ രീതിയിൽ നടുക്കം ഉണ്ടാക്കുന്നുണ്ട്. കാരണം അത്രയും ഒരു ഉന്നത വിദ്യാഭ്യാസവും വലിയ തൊഴിലും വലിയ സാമ്പത്തിക നിലയിലുമൊക്കെയുള്ള ഒരു വ്യക്തി എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്ന ചോദ്യമാണ് ഏവരെയും ആശങ്കപ്പെടുത്തുന്നത്. ആത്മഹത്യാക്കുറിപ്പിൽ എന്താണ് ഈ മരണകാരണം, ആത്മഹത്യ ചെയ്യാനുള്ള കാരണമായി പറയുന്നത് ഡാനി? ടോം, ഇതിൽ അദ്ദേഹത്തിൻ്റെ മരണം വളരെയധികം പേർക്ക് ഞെട്ടലുണ്ടാക്കുന്നതാണ്, ഒരു സംശയവുമില്ല. കാരണം നമ്മൾ ഈ ആത്മഹത്യയെക്കുറിച്ച് പറയുമ്പോൾ അതിനെ പ്രധാനമായും തന്നെയും പരിചയിച്ച കാരണങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും ഈ സാമ്പത്തികവും മറ്റു കാര്യങ്ങളുമാണ്. ടോം പറഞ്ഞതുപോലെ തന്നെ ഇതിലൊന്നും പെടാതെയാണ് പെട്ടെന്ന് മറ്റൊരു വിഷയത്തിലേക്ക് അദ്ദേഹം ശ്രദ്ധ തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണക്കുറിപ്പിലൂടെ. എന്തായാലും ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഈ രീതിയിലുള്ള ഒരു മാനസിക തലത്തിലേക്ക് അതിൽ വിദ്യാഭ്യാസ സമ്പന്നനോ അങ്ങനെയൊന്നും ഒരു കാറ്റഗറിയും ഇല്ല എന്ന് തന്നെയാണ്. വളരെ പെട്ടെന്ന് അത്തരം ഒരു നിരാശയിലേക്ക്, അങ്ങനെ ഒരു സ്ഥിതിയിലേക്കെല്ലാം തന്നെ പലരും കടന്നു ചെന്നെത്തുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പിലൂടെ വ്യക്തമാവുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് പോലീസിന് അദ്ദേഹത്തിൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് തന്നെയാണ് ലഭിച്ചത്. അദ്ദേഹം കയറുമായി പോകുന്നതിൻ്റെ, പ്ലാസ്റ്റിക് ചരടുമായിട്ട് മുകളിലേക്ക് പോകുന്നതിന് CCTV ദൃശ്യങ്ങളും അതുകൂടി പോലീസ് ശേഖരിച്ചിട്ടുണ്ടെന്നാണ് ഒടുവിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്നലെ ഫാം ഹൗസിലേക്ക് എത്തുക, അതിനുശേഷം അവിടെ ചെലവഴിക്കുക, അദ്ദേഹത്തെ കൊണ്ടുവിട്ട അഞ്ചിനോട് തിരിച്ചു പോയിക്കൊള്ളാൻ അദ്ദേഹം പറയുകയും ചെയ്തു. സാധാരണഗതിയിൽ ഈ ഞായറാഴ്ചകൾ അതുപോലുള്ള ഒഴിവ് ദിവസങ്ങളെല്ലാം തന്നെ അദ്ദേഹം ചെലവഴിക്കുന്നതും അവിടെ തന്നെയാണ്. അപ്പോൾ അതനുസരിച്ചുള്ളൊരു പതിവ് എന്ന രീതിയിൽ തന്നെയാണ് കണ്ടത്. പിന്നീടും അദ്ദേഹം തിരിച്ചെത്താതെ ആയപ്പോഴാണ് മകൻ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴും അതും നടക്കുന്നില്ല. തുടർന്ന് നേരിട്ട് ചെന്നുള്ളൊരു അന്വേഷണത്തിലാണ് അദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. തുടർന്ന് പോലീസ് എത്തുകയും മറ്റ് നടപടികളിലേക്ക് സ്വീകരിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് കണ്ടെത്തുകയും ചെയ്യുന്നത്. അതിൽ കാര്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. അദ്ദേഹത്തിന് അതിൽ പ്രായാധിക്യമായി, കൈകൾക്ക് വിറയലുണ്ട്. അദ്ദേഹത്തിന് ചികിത്സിക്കാനും, അദ്ദേഹം യൂറോളജി രംഗത്ത് വളരെ അറിയപ്പെടുന്ന ഒരാളാണ് രാജ്യത്ത് തന്നെ. അപ്പോൾ ശസ്ത്രക്രിയക്കും മറ്റും കാര്യങ്ങളൊന്നും തന്നെ സാധിക്കുന്നില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയാ രംഗത്ത് ഏതാണ്ട് 3000-ഓളം ഈ ശസ്ത്രക്രിയകൾ നടത്തിയ ഒരാളാണ്. അങ്ങനെ ഒരു റെക്കോർഡിട്ട ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയും ഈ രോഗാവസ്ഥയോട് പൊരുത്തപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കുന്നതിന്. അദ്ദേഹത്തിന് അധിക നേരം നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നതിൽ സൂചനയുടെ. നട്ടെല്ലിന് നേരത്തെ ഒരു ശസ്ത്രക്രിയ ചെയ്തിരുന്നു എന്നതായി പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥയും തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നതാണ് ആ വിലയിരുത്തലുകളുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ചികിത്സിക്കാൻ കഴിയുന്നില്ല, കൈകൾക്ക് വിറയലുണ്ട്, ശസ്ത്രക്രിയ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത് കടുത്ത വിഷമമുണ്ടാക്കുന്നതായിട്ടും ഈ കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മാനസിക നിലയിലേക്ക് അദ്ദേഹം എത്തപ്പെട്ടു. അങ്ങനെയാണിത് ആത്മഹത്യയിലേക്ക് നീളുന്നത് എന്നതാണ് പോലീസിൻ്റെ ഒരു അനുമാനവും. അത് കുടുംബാംഗങ്ങളോടും തന്നെ അത്തരം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്നുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണ് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞു. അത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അത് പൂർത്തീകരിക്കുകയും ഇപ്പോൾ മൃതദേഹം അദ്ദേഹം ചികിത്സിച്ചിരുന്ന ലക്ഷോർ ആശുപത്രിയിൽ പൊതുദർശനത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് മാനസിക ബുദ്ധിമുട്ട്, തനിക്ക് ഈ തൊഴിൽ ചെയ്യാൻ ഉള്ള പ്രയാസങ്ങൾ, പ്രായാധിക്യം, മറ്റാരോഗ്യ പ്രശ്നങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുടുംബാംഗങ്ങളുമായോ മറ്റു സുഹൃത്തുക്കളെയായോ അദ്ദേഹം പങ്കുവച്ചിരുന്നില്ലേ? കാരണം ഇതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യവും അതാണ്. കാരണം ഈ ഒരു
പ്രായത്തിൽ 75 വയസ്സ് ഉള്ളൊരു ഡോക്ടർ, അതും പ്രശസ്തനായൊരു ഡോക്ടർ, അദ്ദേഹത്തിന് തുടർന്ന് ജോലി ചെയ്യാൻ കഴിയുന്നില്ല. അതിൻ്റെ മനോവിഷമം അദ്ദേഹത്തെ അലട്ടിയിരുന്നു. ഒരിക്കൽ ഇതുപോലുള്ള മാനസിക പ്രയാസങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇതാരോടും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം പങ്കുവയ്ക്കാതിരുന്നത്? അത്തരം അത് കുടുംബത്തിനൊന്നും അദ്ദേഹത്തിൻ്റെ ഈ മാനസികാവസ്ഥയെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ലേ? വലിയ രീതിയിൽ ആർക്കും ഇതുമായി ബന്ധപ്പെട്ട അറിവുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വലിയ രീതിയിൽ അത്തരം കാര്യങ്ങളൊന്നും അദ്ദേഹം ഒരു തുറന്നു പറച്ചിലുകളിലേക്ക് സഹപ്രവർത്തകർക്കിടയിലോ കുടുംബാംഗങ്ങൾക്കിടയിലോ വലിയ രീതിയിൽ നടത്തിയിരുന്നില്ല. അദ്ദേഹത്തിന് ബോധ്യമായ കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. തനിക്കത് ഈ ശസ്ത്രക്രിയാ രംഗത്ത് അല്ലെങ്കിൽ ഈ രീതിയിൽ ചികിത്സാ രംഗത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല എന്നത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാൾ, ഈ ചികിത്സയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാൾക്ക് പൊടുന്നനെ അതൊരു ഡിപ്രഷൻ മോഡിലേക്കെല്ലാം തന്നെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്ന് തന്നെയാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അതിനെ മറികടക്കുക അത് തന്നെയായിരുന്നു അതിലെ ഏറ്റവും വലിയ വിഷയം. പക്ഷേ മറ്റാരോടും ഷെയർ ചെയ്യാതെ അദ്ദേഹം അതിനെ സ്വയം രീതിയിൽ മറികടക്കാനുള്ള ഒരു ശ്രമങ്ങളൊക്കെയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് തന്നെ അത് ബോധ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു എന്ന് തന്നെയാണ് ഈ ഒരു ആത്മഹത്യക്കുറിപ്പിൽ നിന്നെല്ലാം തന്നെ ബോധ്യമാകുന്നത്. എന്തായാലും ഇത്തരമൊരു കുറിപ്പ് കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ എന്ത് എന്ന വലിയ ചോദ്യങ്ങൾ ഉയരുമായിരുന്നു. ഒരു സംശയവുമില്ല. കാരണം ഒരു വിഷവുമില്ലാത്ത, ഒരു കുടുംബ പ്രശ്നങ്ങൾ അലട്ടാത്ത, സാമ്പത്തിക പ്രശ്നങ്ങൾ അലട്ടാത്ത, പ്രൊഫഷണലിൽ യാതൊരു രീതിയിലും ബുദ്ധിമുട്ടുകളില്ലാത്ത ഒരാൾ എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം. കാരണം ഇനി എന്താണ് ഈ രംഗത്ത് അദ്ദേഹത്തിന് കൈവരിക്കാനുള്ളത്? കാരണം ഒന്നുമില്ല. അത് വലിയ രീതിയിൽ തന്നെ അദ്ദേഹം വിജയങ്ങൾ കൈവരിച്ച ഒരാളാണ്. ഈ രംഗത്തെ റെക്കോർഡുകൾ സ്വന്തമാക്കിയ ഒരാളാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് പൊടുന്നനെ എന്തു സംഭവിച്ചു എന്ന ഇത് ഇന്ന് രാവിലെ മുതൽ തന്നെ എല്ലാവരും പരസ്പരം അന്വേഷിച്ചിരുന്നൊരു കാര്യമാണ്. അദ്ദേഹത്തിന് എന്ത് പറ്റി എന്ന രീതിയിൽ തന്നെയാണ് അന്വേഷിച്ചിരുന്നത്. അതുകൊണ്ട് ഈ ഒരു കാരണത്തിലേക്ക് അദ്ദേഹം പറയുമ്പോൾ മാത്രമാണ് ഇങ്ങനെയൊരു വിഷയം അദ്ദേഹത്തെ മാനസികമായി ഉലച്ചിരുന്നു എന്ന് പോലും മറ്റുള്ളവർ, ഏറെ അടുപ്പമുള്ളവർ പോലും അറിയുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നത്. ഈ പ്രായാധിക്യവും മറ്റ് കാരണങ്ങളും എല്ലാം തന്നെ സ്വാഭാവികമായും എല്ലാ മനുഷ്യരുടെയും ജീവിതചര്യകളും താളം തെറ്റിക്കുന്ന രീതിയിലേക്കും എല്ലാം തന്നെ വന്നേക്കാം. അതിനെ മറികടക്കുക, ആ കാരണങ്ങളെ ഉൾക്കൊള്ളുക എന്നതാണ് സ്വാഭാവികമായും പ്രായോഗികതയിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ടത്. പക്ഷേ നമ്മളിവിടെ കാണുന്നത് അദ്ദേഹത്തിന് അത് കഴിയാതെ പോയി എന്നത് തന്നെയാണ്. നേരത്തെ ടോം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ കോവിഡ് അനന്തര ലോകത്തൊക്കെ വലിയ രീതിയിലുള്ളൊരു വിഷയങ്ങൾ ആരോഗ്യപരമായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അതിനോട് പോലും പക്ഷേ ചേർത്ത് നിൽക്കാൻ പറ്റുമോ എന്ന് അറിയില്ല. കാരണം ഇത് അദ്ദേഹത്തിന് വന്നിരിക്കുന്ന പ്രായത്തിൻ്റെതായ മറ്റ് അസ്വസ്ഥതകളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാകും. പക്ഷേ ഏറ്റവും മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരാൾക്ക് ഈ രീതിയിലേക്ക് ഒരു വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തുറന്നു പറയാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് പൊതുവിൽ ഇപ്പോൾ പലരും തന്നെ പറയുന്നത്. അദ്ദേഹം അത് പങ്കുവച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ഒരു മാനസിക തലത്തെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുമായിരുന്നു. പലരും ഇന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്നു അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത് എന്ന് പറയുന്നത് വലിയ ലോകമാണ്, വലിയ വിശാലതയാണ്. അതിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തും അദ്ദേഹത്തിന് അനായാസം മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയായിരുന്നു. അത് പിന്നാലെ വരുന്നവർക്കെല്ലാം തന്നെ അത് വലിയ പ്രചോദനമാകുമായിരുന്നു, ഊർജ്ജമാകുമായിരുന്നു. ആ രീതിയിൽ അത് കാണുമായിരുന്നു. പക്ഷേ അങ്ങനെയൊന്ന് പറയാനും പങ്കുവയ്ക്കാനും ഇല്ലാതെ അദ്ദേഹം അത് ഉള്ളിൽ ഒതുക്കുകയായിരുന്നു എന്ന് തന്നെയാണ്. അദ്ദേഹം അത് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നത് ഈ ഘട്ടത്തിൽ പോലും ആരും തന്നെ പുറത്ത് പറഞ്ഞിട്ടുമില്ല. അദ്ദേഹം ഈ അവസ്ഥ അദ്ദേഹത്തിൻ്റെ കുറിപ്പിലൂടെ പുറം ലോകം അറിയുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു എന്ന് പോലും അറിയുന്നത്. അതുകൊണ്ട് തന്നെയും ആ ഒരു യൂറോളജി രംഗത്ത് അദ്ദേഹം ശസ്ത്രക്രിയാ വിഭാഗത്തിൻ്റെ അത് തലവനായിരുന്നു. അപ്പോൾ ആ രംഗത്ത് അദ്ദേഹത്തിന് തുടരാൻ കഴിയില്ല എന്നൊരു ബോധ്യത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയും ചെയ്തു. പക്ഷെ അതിനോട് പൊരുത്തപ്പെട്ട രീതിയാണ് ഏറെ സങ്കടകരമാവുന്നത്. ഇതിനെ അതിജീവിക്കുക എന്നത് അത് വിദ്യാഭ്യാസം കൊണ്ട് പോലും അതിനെ കഴിയുന്നില്ല എന്നതുകൂടി ടോം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അത് തന്നെയാണ് ഡാനി സൂചിപ്പിച്ചതുപോലെ തൻ്റെ തൊഴിലെടുത്ത് പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിയ ഒരു മനുഷ്യൻ, മറ്റ് സാമ്പത്തികമായ പ്രയാസങ്ങളില്ല, കുടുംബപരമായ പ്രയാസങ്ങളില്ല, പ്രശ്നങ്ങളില്ല. 75-ാം വയസ്സിലും തൊഴിലെടുത്ത് സജീവമായിരുന്ന ഈ വൃക്ക ശസ്ത്രക്രിയാ രംഗത്ത് നിരവധി റെക്കോർഡുകൾ സ്വന്തമാക്കിയിട്ടുള്ള ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിനാണ് ഈ ഒരു അവസ്ഥ വന്നത്. അതായത് ഒരു പക്ഷേ ഏതെങ്കിലും വിഷാദ രോഗം അദ്ദേഹത്തെ അലട്ടിയിരുന്നോ? നേരത്തെ ഡാനി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ കോവിഡിന് ശേഷമുള്ള മനുഷ്യരുടെ ഒരു മാനസികാവസ്ഥ പല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ ഇതുപോലുള്ള ഒരു മാനസികാവസ്ഥയിലൂടെ ഒരുപക്ഷെ കടന്നു പോകാം. വിഷാദ രോഗത്തിലേക്ക് നമ്മുടെയൊക്കെ മനസ്സിനെ മാറ്റിയേക്കാം. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ലേക്ക് ഷോർ ആശുപത്രിയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഡാനിയിലേക്ക് ഒരിക്കൽ കൂടി. ഡാനി, പൊതുദർശനം ലേക്ക് ഷോർ ആശുപത്രിയിൽ ഏതാനും
നിമിഷങ്ങൾ മാത്രമാണുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. സംസ്കാരവുമായി ബന്ധപ്പെട്ട മറ്റു ചടങ്ങുകളൊക്കെ എപ്പോഴാണ് ഡാനി? ടോം, പൊതുദർശനം അല്പസമയം കൊണ്ട് തന്നെ അവസാനിക്കുകയാണ്. അതിനുശേഷം എളംകുളത്തെ അദ്ദേഹവും മകനും ഡോക്ടറാണ്. ഇതേ വിഭാഗത്തിൽ തന്നെ, ഇതേ ആശുപത്രിയിൽ തന്നെ അദ്ദേഹത്തിനൊപ്പം തന്നെയുള്ള ഒരാളാണ്. അപ്പോൾ മകനും അദ്ദേഹം ആ ഒരു കുടുംബമാണ് എളംകുളത്ത് താമസിക്കുന്നത്. അവിടേക്ക് പൊതുദർശനത്തിനും അവിടെയും ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബ വീട് എന്ന് പറയുന്നത് ബ്രഹ്മപുരത്താണ്. ബ്രഹ്മപുരത്തേക്ക് നാളെ ആയിരിക്കും അദ്ദേഹം മൃതശരീരം കൊണ്ടുപോകുക. ഇതിനുശേഷം നാളെ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ഇൻഫോ പാർക്കിന് സമീപമുള്ള സെൻറ്റ് ജോർജ് യാക്കോബായ പള്ളി സെമിത്തേരിയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എല്ലായിടത്തും അദ്ദേഹത്തിനെ കാണുന്നതിനും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനും വേണ്ടി, അവസാനം കാണുന്നതിനും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനും വലിയ തിരക്ക് ഇന്നിപ്പോൾ ആശുപത്രി പരിസരത്ത് ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത്ര അധികം ആളുകളോട് അടുപ്പം പുലർത്തിയിരുന്നു, രോഗികളോട് അടുപ്പം പുലർത്തിയിരുന്നു. അങ്ങനെ വലിയ ഒരു ബന്ധങ്ങളുണ്ടായിരുന്ന ഒരാൾ കൂടിയാണ് പൊടുന്നനെ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നത്. വലിയ ഞെട്ടൽ എല്ലാവരിലും തന്നെ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. ടോം, തീർച്ചയായും ഡാനി സൂചിപ്പിച്ചതുപോലെ വലിയ ഞെട്ടലോടെയാണ് ആരോഗ്യരംഗം ഈ പ്രശസ്തനായ ഡോക്ടറുടെ മരണത്തെ തന്നെ കാണുന്നത്. ഇപ്പോൾ വളരെ വേദനയോടുകൂടിയ ലേക്ക് ഷോർ ആശുപത്രിയിലെ ജീവനക്കാർ, സഹപ്രവർത്തകരടക്കം അദ്ദേഹത്തിന് അന്ത്യയാത്ര നൽകുകയാണ്. ഒരുപക്ഷെ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഇതുപോലുള്ളൊരു പക്ഷേ മാനസികാവസ്ഥ നമുക്കൊക്കെ ഓരോരുത്തർക്കും ഉണ്ടാകാം. ഇതുപോലുള്ളൊരു ഡിപ്രഷനിലേക്ക് കിടക്കുന്നൊരു സാഹചര്യങ്ങൾ ഉണ്ടാകാം. അങ്ങനെ ഒരു തോന്നൽ അല്ലെങ്കിൽ ആത്മഹത്യ പ്രേരണയൊക്കെ എല്ലാ മനുഷ്യരിലും പല ഘട്ടങ്ങളിൽ, ജീവിതത്തിലെ പല പ്രയാസങ്ങളിലും, ഒറ്റപ്പെടലിലൊക്കെ തോന്നുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നുവെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഒരു വിഷാദ രോഗിയാണ് എന്ന് സ്വയം ബോധ്യമായി കഴിഞ്ഞാൽ അതൊരു കൃത്യമായും ചികിത്സ ആവശ്യമാണ്. ഒരു മനോരോഗ വിദഗ്ധനെ കാണുക, അതല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുപ്പമുള്ള സുഹൃത്തുക്കളുമായി ഈ അവസ്ഥയെക്കുറിച്ച് പങ്കുവയ്ക്കുക. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന് തിരിച്ചറിയുക. സ്പോട്ട് ലൈവിന്